ആക്കി മാറ്റും. നിശ്ചയമായും ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അടിസ്ഥാന പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാതിയെ ഒരർത്ഥത്തിൽ ഫ്രീസ് ചെയ്ത് നിർത്തുന്നതിൽ അദ്ദേഹം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയൂ. മോഡി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും എന്നാൽ അതേസമയം തന്നെ ഭീഷണിയും സ്ഥിരതയാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ സ്ഥിരത എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിക്ക് ഗുണകരമാവുക ഇല്ലെങ്കിൽ ദോഷകരമായി തീരുക? ചർച്ച ഇടവേളയ്ക്ക് ശേഷം തുടരും. മോഡി കാലം രാഷ്ട്രത്തിന്റെ ഭാവി, രാഷ്ട്രീയത്തിന്റെ ഗതി എന്തായിരിക്കും? കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നു. അവസാന ഭാഗത്തേക്ക് സ്ഥിരത ഒരു ശാപമായി തീരാൻ പോവുകയാണോ ഭാരതത്തിന് എന്നുള്ളതാണ് ഈ ഭാഗം ഞങ്ങൾ പരിശോധിക്കുന്നത്. KN, ഒരാക്രമാസക്തമായ മേൽക്കോയ്മ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ആരംഭിക്കുന്നത് വളരെ പ്രാചീന കാലം മുമ്പ് തന്നെയാണ്. കാരണം അന്ന് നമ്മുടെ സംസ്കാരത്തിൽ 2 രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആര്യസ്ഥാൻ എന്ന ഒരു സവർണ രാഷ്ട്രവും മ്ലേച്ഛസ്ഥാൻ എന്ന ഒരു നികൃഷ്ട രാഷ്ട്രവും. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഒരർത്ഥത്തിൽ കൃത്യമായ ആഭ്യന്തര കൊളോണിയലിസം പിൽക്കാലത്ത് അംബേദ്കർ ഉൾപ്പെടെ അപഗ്രഥിച്ച ഒരു രാഷ്ട്രീയ പരികല്പനയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും മോഡിയുടെ സ്ഥിരത എന്ന് പറയുന്നത് അത് നിലനിൽക്കണമെങ്കിൽ അത് നിലനിർത്താനുള്ള എല്ലാ ആസൂത്രണവും നടന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നേരത്തെ ചോദിച്ചല്ലോ ദളിതുകളെ എങ്ങനെയാണ്, ദളിതുകളെ ഗുജറാത്ത് വംശഹത്യയിൽ മോഡിയുടെ ചാവേറുകളായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചാവേറുകളാക്കിയ ദളിതുകളെ അവരെ മ്ലേച്ഛർ എന്ന് പരിഗണിച്ച ഒരവസ്ഥയിൽ അവരെ മരവിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞാൽ, അവരുൾപ്പെടെയുള്ള ഇന്ത്യൻ ജനതയെ മരവിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ഥിരത തുടരും. നരേന്ദ്രമോദിക്കെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ പ്രതികരണം പാർലമെന്റിൽ മാത്രമായിട്ട് പരിമിതപ്പെടുന്നില്ല. തീർച്ചയായിട്ടും പാർലമെന്റിന്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഫാസിസം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്ന് ഫാസിസത്തിന്റെ അകത്ത് ആഭ്യന്തര സംഘർഷം തന്നെയാണ്. ഹിറ്റ്ലർക്ക് പലരെയും കൊന്നുകൊണ്ട് ആ വെല്ലുവിളി മറികടക്കാൻ കഴിഞ്ഞു. മനസ്സിലായി. അദ്വാനി, സുഷമ, മനോഹർ ജോഷി ഇവരെ എങ്ങനെയായിരിക്കും നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുക എന്നതുകൂടി കൗതുകപൂർവ്വം നമ്മൾ കാണേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥിരത നേരത്തെ സൂചിപ്പിച്ച ഒരു സവർണ രാഷ്ട്രീയത്തിന്റെ ഒരു അക്രമാധിഷ്ഠിതമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ ജനഹിതത്തെ പലപ്പോഴും ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, സവർണ ഹൈന്ദവ ഫാസിസത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ട് നിരന്തരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് പറയാറുള്ളതാണ്. മോഡി പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗം തന്നെ നമുക്കറിയാവുന്ന പോലെ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, പിന്നാക്ക സമുദായത്തിൽ നിന്ന് കാലാകാലങ്ങളായി BJP ശക്തിപ്പെട്ട കാലത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ MLA-മാരും MP-മാരും ഉണ്ടായിട്ടുള്ളത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ KN സൂചിപ്പിക്കുന്ന BJP-യുമായിട്ട് ബന്ധപ്പെടുത്തി പലപ്പോഴും പറയാറുള്ള സംഘപരിവാറിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത് KN-നെ പോലുള്ള ഒരു കുറേ കൂടെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവിടെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള വളരെ സങ്കുചിതമായ ദളിത് വാദത്തെ അല്ല വാസ്തവത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും സ്വത്വവാദത്തിൻ്റെ കാര്യം പറഞ്ഞ്, പ്രാദേശികവാദത്തിൻ്റെ കാര്യം പറഞ്ഞ്, പഴയകാല ചരിത്രത്തിലെ സംഭവങ്ങളെ വേണ്ട വിധത്തിലല്ലാതെ യോജിപ്പിച്ചുകൊണ്ട് നിരന്തരമായി നുണ പറയുന്നത് ആരാണെന്നുള്ളത് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുണ്ടായിരിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളില്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും വിധത്തിലുള്ള സമരപരിപാടികൾ നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ ഒരു അധികാരത്തെ അല്ലെങ്കിൽ ഭരണത്തെ ചോദ്യം ചെയ്യുമെന്ന് മുൻവിധിയോടുകൂടി പറയുന്നവരല്ലേ ഫാസിസ്റ്റുകൾ? വാസ്തവത്തിൽ ഫാസിസത്തെ തന്നെ പുനർനിർവചിക്കേണ്ട ഒരു സന്ദർഭമല്ലേ ഇത്? മറുപടി ഒന്ന് പീകിയതിൽ എടുത്തോട്ടെ. മോഡിക്കെതിരെയുള്ള ഫാസിസം എന്ന് പറയുന്ന കൽപ്പന ഒരു വലിയ കള്ളമാണോ? നമ്മുടെ അനുഭവങ്ങളാണല്ലോ ചില വാക്കുകളെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു ആൾക്കാർ അങ്ങനെ അത്തരത്തിൽ ഭയപ്പെടുന്നുണ്ടോ ഉണ്ണീഷ്ണ? അതൊരു വസ്തുതയാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം മോഡിയിൽ നിന്ന് അല്ലെങ്കിൽ BJP-യിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇന്ത്യക്ക് ഏറ്റിട്ടുള്ള 3 വലിയ മുറിവുകളുണ്ട്. അതിലൊന്ന് 1948-ലെ ഗാന്ധി വധമാണ്, മറ്റൊന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതാണ്, പിന്നെ മറ്റൊന്ന് ഗുജറാത്തിലെ സംഭവമാണ്.
അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വാസ്തവത്തിൽ BJP അധികാരത്തിൽ വരുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായിട്ടുള്ള ബേജാറുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ശേഷി അദ്ദേഹത്തിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഈ ഒരു ആശയ പരിസരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അധികാരത്തിലേറി കഴിഞ്ഞാൽ മറ്റു പലരും പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ട് പെട്രോളിൻ്റെ വില കുറച്ചുകൊണ്ടോ ഗ്യാസിൻ്റെ പെട്രോളിൻ്റെ വില കുറച്ചുകൊണ്ട് ഇവിടുത്തെ മധ്യവർഗത്തെ, ഗ്യാസിൻ്റെ വില കുറച്ചുകൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം ഗ്യാസിൻ്റെ വില കുറയുമ്പോഴായിരിക്കണമല്ലോ. അത് മോഡി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നേരത്തെ അരുൺ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കുന്നവരെ ഒക്കെ ഫാസിസ്റ്റ് എന്ന് മുദ്രകുത്തി അവരെ മൃഗീയമായിട്ട് കൊലപാതകം നടത്തുന്ന ആളുകളെ എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഫാസിസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യാൻ പ്രയാസപ്പെടുന്നത്? നമുക്കറിയാവുന്ന പോലെ TP ചന്ദ്രശേഖരനെ ഈ വിധത്തിൽ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തവർ മനുഷ്യാവകാശത്തിൻ്റെയും നീതിയുടെ ഒക്കെ വക്താക്കളായിട്ട് നിൽക്കുകയും ഇനി വരാൻ പോകുന്ന ഒരു ഭരണത്തെ മുൻകൂട്ടി ഫാസിസ്റ്റ് എന്ന് നിർവചിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? രണ്ടാമത്തെ കാര്യം, RSSുമായിട്ട് ബന്ധപ്പെടുത്തി ഗാന്ധിവധത്തെ ഇവിടെ സൂചിപ്പിച്ചു. കപൂർ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം വളരെ സ്പഷ്ടമായിട്ട് RSSന് ആ വിഷയവുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാണ്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളെയും പരിഗണിക്കാതെ വളരെ വളരെ നിഷേധാത്മകമായിട്ട് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണീഷൻ പറഞ്ഞ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ തന്നെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധമില്ല പലർക്കും എന്നുള്ള സംഗതി വന്നല്ലോ. അതല്ലല്ലോ, ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാരണം വംശഹത്യ എന്നുള്ള സംഗതി ഒരു മതത്തിന്റെ പേരിൽ മാത്രം നടത്തുന്നതല്ല, ആശയത്തിന്റെ പേരിൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലൊക്കെ നടത്തുന്ന സംഗതി തന്നെയാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം വ്യത്യാസമല്ല ഞാൻ സൂചിപ്പിച്ചത്. മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലുള്ള ഉത്കണ്ഠ അംഗീകരിക്കാതെ അത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അല്ല, കാശ്മീരിൽ നടക്കുന്നത് എന്തുകൊണ്ട് വംശഹത്യ എന്ന് കാണുന്നില്ല? അവിടുത്തെ എത്രയോ നാളുകളായിട്ട് അവിടുത്തെ പണ്ഡിറ്റ് സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇതുമായിട്ട് ചേർത്ത് വെച്ച് സമതുലിതമായ വീക്ഷണം ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് കാശ്മീരിലെ ജനത അവർ ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ സെവൻ സിസ്റ്റേഴ്സ്, അവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ ആ സംസ്ഥാനത്തിലെ ജനങ്ങൾ അവർ ഇന്ത്യൻ ആർമി എന്ന സ്വന്തം ആർമി എന്ന് അവർക്ക് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയാൻ പറ്റുന്നില്ലല്ലോ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒറ്റ സെക്കൻഡ്. സുദീർഘകാലം അവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ആഗ്രഹിച്ചവരാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ പലപ്പോഴും മഹത്വവൽക്കരിച്ച് പറഞ്ഞ നെഹ്റു അടക്കമുള്ള ആളുകളുടെ തെറ്റായ ചരിത്ര വീക്ഷണത്തിൻ്റെയും നടപടികളുടെയും ഭാഗമാണ് ആ ദുരന്തമാണ് അനുഭവിച്ചത്. നെഹ്റുവിനെ ഇവിടെ കൃത്യമായിട്ട് ഒരാൾ സൂചിപ്പിച്ച പോലെ നെഹ്റുവിനെയൊക്കെ മറന്നുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ മുന്നോട്ട് വെക്കുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പട്ടേലിനെ സ്മരിക്കേണ്ടതല്ലേ? സുഭാഷ് ചന്ദ്രബോസിനെ സ്മരിക്കേണ്ടതല്ലേ? അതോ ഏതെങ്കിലും ഒരു വംശം മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൻ്റെ മൊത്തം പിതൃത്വം ഏറ്റെടുക്കുന്നത് ശരിയാണോ? ആലോചിച്ച് നോക്കേണ്ട കാര്യമല്ലേ? ചരിത്രത്തെ ആ രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ശ്രീശൈല ഉണ്ണികൃഷ്ണൻ 2-3 സൈദ്ധാന്തികമായ ഗുരുതരമായ വീഴ്ചകൾ നടത്തി എന്നാണ് എൻ്റെ വിമർശനം. അതിലൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം സവർണ പ്രത്യയശാസ്ത്രത്തെ സവർണ സമൂഹങ്ങളിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയാണ്. സവർണ പ്രത്യയശാസ്ത്രം സമം സവർണ സമൂഹം എന്നൊരു സമവാക്യം സവർണ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പ്രാഥമികമായി എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ, ഒരു മതത്തിലും പെടാത്തവർ, വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ, ഇവരൊക്കെ സ്വാംശീകരിക്കുന്ന, ഇൻറ്റേണലൈസ് ചെയ്യുന്ന, ആന്തരികവൽക്കരിക്കുന്ന ഒരു ജീവിത പ്രത്യയശാസ്ത്രമാണ് സവർണ പ്രത്യയശാസ്ത്രം. അല്ലാതെ ഒരാൾ നായരാണ്, നമ്പൂതിരിയാണ്, അതുകൊണ്ട് അയാൾ ഉടനെ സവർണ പ്രത്യയശാസ്ത്രമാണ്, അങ്ങനെ ഒരു സമവാക്യം അല്ല. മറിച്ച് മോഡി പ്രതിനിധീകരിക്കുന്നത്, മോഡി ജാതിയിൽ താഴ്ന്നതാണ്, അദ്ദേഹം അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊന്നല്ല ഇവിടെ പ്രശ്നം. മറിച്ച് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിനെ കുറിച്ച് പഠിക്കണമെന്ന്. അത് വളരെ നല്ലൊരു നിർദ്ദേശമാണ്. അത് പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, എല്ലാവരും നന്നായി പഠിക്കണം. നന്നായി പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പുസ്തകമുണ്ട്, അത് ഗുരുജി ഗോൾവൽക്കർ എഴുതിയ വിചാരധാരയാണ്. ആ വിചാരധാരയിൽ ഇപ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞല്ലോ ഗാന്ധിവാദത്തെക്കുറിച്ച്. ആ വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞവൻ രാജ്യവഞ്ചകനാണ് എന്ന് വിചാരധാരയിൽ എഴുതിയിട്ടുണ്ട്. ഇത് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള സവർണ പ്രത്യയശാസ്ത്രം എന്ന് നിരന്തരം പറയുന്ന ആ പ്രയോഗത്തെയാണ് സൂചിപ്പിച്ചത്. മോഡിയായിട്ട് അത് ബന്ധിപ്പിച്ചുകൊണ്ട് ആ വിധത്തിൽ നമ്മൾ വളരെ
വ്യക്തമായ ബോധമില്ലാതെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിനാണ് എതിർക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വിചാരധാരയെക്കുറിച്ച് സൂചിപ്പിച്ചു. വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ആശയാഭിപ്രായങ്ങൾ സാംസ്കാരിക ദേശീയതയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹിന്ദു മുസ്ലിം എന്ന് രണ്ട് വിഭാഗങ്ങളായിട്ട് പ്രത്യേകം ജനതയെ തിരിച്ചുകൊണ്ട് അവരുടെ ഒരു ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് ശരിയല്ല. മറിച്ച് ഈ നാട്ടിലെ ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ഏകമായ മനസ്ഥിതിയോടുകൂടി കാണാവുന്ന ഒരു നിലപാടിനെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് ചോദ്യം. ഒറ്റ സെക്കൻഡ്. ഈ വിചാരധാരയല്ല നമ്മുടെ സംവാദ വിഷയം. പക്ഷെ ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കണം, അതിൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിൽ ആരൊക്കെയാണ് അറിയാം? ആഭ്യന്തര ശത്രു സാമ്രാജ്യത്വമല്ല, മുതലാളിത്വമല്ല, നാടുവാഴിത്വമല്ല, മറിച്ച് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, 3 ആഭ്യന്തര ശത്രുക്കൾ. അത് കൂടാതെ പിന്നീട് ദളിതുകൾ, അതുപോലെ തന്നെ നെഹ്റുവിയൻ കാഴ്ചപ്പാട് പുലർത്തുന്നവർ. സംഘപരിവാറിൻ്റെ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇങ്ങനെ ചരിത്ര നിഷേധത്തിൻ്റെയും അതുപോലെ തന്നെ മതനിരപേക്ഷ നിഷേധത്തിൻ്റെയും ഒരാകത്തുകയാണ് വിചാരധാര. ഉണ്ണികൃഷ്ണന് സമയമുണ്ടെങ്കിൽ, ചാനലിന് സമയമുണ്ടെങ്കിൽ നമ്മൾ വെറുതെ തർക്കിക്കേണ്ട. വിചാരധാര നിവർത്തി വെച്ചിട്ട് ഓരോരോ വരി വായിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടി വിചാരധാര വായിക്കണം. അതിൽ മതമൗലികവാദികളായ മുസ്ലിങ്ങൾ എന്നല്ല, മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മോഡിഫിക്കേഷൻ എന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ മോഡിയിൽ നിന്ന് ആരംഭിക്കുന്നതല്ല, മോഡി പോലും മോഡിയിൽ നിന്നല്ല ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അത് ചരിത്രപരമായി നേരത്തെ പറഞ്ഞ ചപ്പേക്കാർ സഹോദരന്മാർ 1925 സ്ഥാപിച്ച ചപ്പേക്കാർ ക്ലബ്ബ്, അതിൽ നിന്നാണ് RSS തുടക്കം എന്ന് പറയുന്നത്. ആ കാലം മുതൽ തുടർന്നു വരുന്ന ദീർഘമായ ഒരു പ്രക്രിയയുടെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഡിയിലെത്തി നിൽക്കുന്നതാണ്. ആശങ്കകളും പ്രതീക്ഷകളും നിരവധിയാണ് ഈ കൊച്ചു കേരളത്തിലും. എങ്കിലും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുക തന്നെ ചെയ്യും. 5 വർഷം ഭരിക്കട്ടെ നരേന്ദ്രമോദി. നമ്മുടെ രാജ്യം സുസ്ഥിതിയിലേക്കും പുരോഗതിയിലേക്കും പോകുക തന്നെ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ? ജനാധിപത്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ? ശീലങ്ങളെ പലപ്പോഴും അത് വീണ്ടും വീണ്ടും വഴക്കങ്ങളാക്കും, വഴക്കങ്ങളെ ശീലങ്ങളുമാക്കും. അങ്ങനെ കീഴ്വഴക്കങ്ങളും ശീലങ്ങളും ജനാധിപത്യവും പരസ്പരം കൈകോർത്ത് പിടിച്ചു പോകും. ആരു തോറ്റുവെന്ന് പറയാൻ ചിലർ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? നന്ദി, നമസ്കാരം.